ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ചെറിയ ഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. പുതിയ സംഗതിയൊന്നുമല്ല, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇംഗ്ലീഷിൽ ഇനിയിപ്പോൾ പുതിയതോ പഴയതായിട്ടോ ഒന്നുമില്ല. ആകെ കൂടി ഈ ബി ഡു ഹാവ് എന്ന 3 ആശയങ്ങൾ മാത്രമേ നമുക്ക് സംസാരിക്കാനുള്ളൂ. സംബടി സംതിങ് എന്ന 2 വിഷയത്തെക്കുറിച്ച് അത് ഇപ്പോൾ വളരെ വ്യക്തമായി കഴിഞ്ഞല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതിന്റെ ആ റൂട്ട് ഫോമിലുള്ള, റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇംഗ്ലീഷ് ഭാഷയുടെ ബേസിക് റൂട്ട്സ് ആണ് നമ്മുടെ സ്പെൽ ഫോർമുല. അതിൽ തന്നെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബി ഡു ഹാവ് എന്നീ ആശയങ്ങളിലാണ്, അല്ലേ? അപ്പൊ ഈ ബി ഡു ഹാവ് എന്നീ ആശയങ്ങൾ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അതിന്റെ റൂട്ട്സ്. ആ റൂട്ട് തലത്തിൽ നമ്മൾ ഒരു ചെറിയൊരു പിടുത്തം, ഒരു മാസ്റ്ററി വേണം. ബിക്കോസ് ദർ ഇസ് എ ബ്യൂട്ടിഫുൾ സേയിങ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, റൂട്ട്സ് ക്രിയേറ്റ് ദ ഫ്രൂട്ട്സ് എന്ന്. കാരണം റൂട്ട്സ് എത്രമാത്രം സ്ട്രോങ് ആവുന്നോ അത്രമാത്രം നമ്മുടെ ഫ്രൂട്ട്സ്, നമ്മുടെ റിസൾട്ട്സ് നമുക്ക് കിട്ടും. അപ്പൊ റൂട്ട്സ് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് കീഴടക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയാനില്ല, എന്നാൽ പോലും അതിലത് ഒരു പ്രവൃത്തി പരിചയം, അതെങ്ങനെ വളരെ ഇഫക്റ്റീവായിട്ട് പറയാം എന്ന് നമ്മളൊന്ന് എളുപ്പം മനസ്സിലാക്കണം. കാരണം ബി ഡു ഹാവ് എന്ന് പറയുമ്പോൾ അതൊരു രാജകീയമായ തലത്തിൽ കിടക്കുന്ന ഒരു സ്റ്റേജ് ആണ് റൂട്ട്സ് എന്ന് പറയുമ്പോൾ. കാരണം അതിനുശേഷമാണ് അത് മറ്റു പല ഫോംസും ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ ഡിഫറെന്റ് ജനറേഷനായിട്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വന്ന് നമ്മൾ ഭാഷയായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. പക്ഷെ ആ റൂട്ട് തലത്തിൽ തന്നെ അതിനെ ഒന്ന് പരിചയപ്പെടുന്നതും ഒരു ഫ്രണ്ട്ലി ടേംസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമുക്ക് നല്ലതാണ്. കാരണം നമ്മൾ പല ഉദ്യോഗസ്ഥന്മാരെ അറിയുന്നതിനേക്കാളും വളരെ ശക്തമായിരിക്കും നേരിട്ട് അതിന്റെ രാജാവുമായിട്ട് അല്ലെങ്കിൽ ആ മന്ത്രി തലത്തിലുള്ള ഒരു ബന്ധം നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാക്കും, സിമ്പിളാക്കി മാറ്റും. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം ആ റൂട്ട് ഫോമിൽ നിൽക്കുന്ന ബി ഡു ഹാവ് എന്ന ഈ 3 വാക്കുകളെ ഒന്ന് അടുത്ത് അറിഞ്ഞാൽ, അവയെ എങ്ങനെയാണ് ബി സംതിങ്, ഡു സംതിങ്, ഹാവ് സംതിങ് എന്നുള്ള ആ റൂട്ട് തലത്തിൽ പ്രയോഗിക്കുക എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നിന്നാണല്ലോ ബാക്കി എല്ലാ ഭാഷയും പൊട്ടിപ്പുറപ്പെട്ട് ഇങ്ങനെ വളർന്ന് വികസിച്ച് വരുന്നത്. അപ്പോ അത് എന്തും ആയിക്കോട്ടെ, എത്ര വലിയ ലിറ്ററേച്ചറും സാഹിത്യവും ഡ്രാമയും എന്തും ആയിക്കോട്ടെ, പക്ഷെ അതൊക്കെയും ഈ ബി ഡു ഹാവ് എന്നീ 3 മൂലമന്ത്രങ്ങളുടെ കാൽ കീഴിൽ വന്ന് പെടും. അത് അവിടെ കിടക്കാതെ അവനൊരു സ്ഥലം വേറെ ഇല്ല. അപ്പൊ ഈ റൂട്ട്സ് പിടികിട്ടി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതൊന്ന് ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ അവയെ സിമ്പിളായിട്ട് അങ്ങനെ വാടാ പൊടാ ടേംസിൽ അത്ര ഫ്രീ ആയിട്ട് അവയെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു സിദ്ധി, ഒരു കഴിവ് കിട്ടിക്കഴിഞ്ഞാല് മൊത്തം ഭാഷ നമ്മുടെ കാൽ കീഴിലായി എന്ന് പറയുന്നതിന് തുല്യമാണ്. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ബി ഡു ഹാവ് എന്ന റൂട്ട്സിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഉൾക്കാഴ്ച ആവാം. ഓക്കെ, കാരണം നമുക്ക് ഇനിയുള്ള ഭാഗങ്ങളിലൊക്കെ ഇവൻ ഏത് രൂപത്തിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് അവൻ വലിയ കളി കളിക്കാൻ പോകുമ്പോൾ പറയും, ദേ വേണ്ട നിന്റെ അഭ്യാസം നിർക്കണ്ട, ദേ കണ്ട ചുരുട്ടിക്കുട്ടി പറയാ, ഇത്ര ഉള്ള നിന്റെ കളി, ഇതിനപ്പുറം നിന്റെ കളിയൊന്നുമില്ല, അത് മനസ്സിലാക്കി കളിച്ചാൽ മതി എന്റെ അടുത്ത് എന്നുള്ളൊരു രീതി കൂടെ നമുക്ക് നമ്മുടെ കിങ്ലി സ്റ്റേച്ചറിൽ, കിങ്ലി ഭാവത്തില് ഇവനെ നമുക്ക് ഫേസ് ചെയ്യാനും അടിച്ചൊതുക്കിയിരുത്താനും സാധിക്കും. ഇവിടെ നമ്മൾ അറിയാനായിട്ടുള്ള ഒരേയൊരു കാര്യമേ ഉള്ളൂ. ഇറ്റ്സ് എ വെരി സിമ്പിൾ ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ദ റൂട്ട്സ് ആൻഡ് ദ ബ്രാഞ്ചസ്. നമുക്കറിയാം, രാജാവും രാജകൊട്ടാരത്തിലുള്ള രാജകീയ പരിവാരങ്ങൾക്കും സ്പെഷ്യൽ പ്രിവിലേജസ് ഉണ്ടായിരിക്കും. പ്രജകൾ അതുപോലെയല്ല. പ്രജകൾക്ക് ഇതുപോലെയുള്ള സ്പെഷ്യൽ പ്രിവിലേജസോ പരിഗണനകളോ പ്രത്യേകതകളോ ഒന്നുമില്ല. അവർ വെറും സാധാരണ ജനങ്ങളാണ്. ഈ ഒരു വ്യത്യാസം ഈ ബി ഡു ഹാവ് എന്ന റൂട്ട് ഫോംസും ബി ഡു ഹാവിന്റെ നോർമൽ ഫോംസും തമ്മിലുണ്ട് എന്നുള്ളൊരു വ്യക്തത നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയുടെ ആ കംപ്ലീറ്റ് പിക്ചർ, അതിന്റെ ആ സകല പവറോടും കൂടെ നമ്മുടെ കൈപ്പിടിയിലായി എന്ന് പറയാം. ഇത് എളുപ്പം മനസ്സിലാക്കാം. നമ്മുടെ ഈ രാജാവിന്റെയും ഈ സാധാരണക്കാരുടെയും ആ ഒരു ഉപമ, ഒരു അനാലജി പറയുന്നത് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിങ്ങളത് ശരിക്കും മനസ്സിലാക്കിയോളൂ. ബി ഡു ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജകീയമായിട്ടുള്ള ഒരു റൂട്ട് ഫോമാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് തീർച്ചയായിട്ടും ഒരു രാജകീയമായിട്ടുള്ള ഒരു ആജ്ഞാശക്തി ഉണ്ടായിരിക്കും. ഈ ബി ഡു ഹാവ് എന്ന ഫോമുകളുടെ തന്നെ മറ്റൊരു വകഭേദമാണ് രാജകൊട്ടാരത്തിലെ മറ്റ് അംഗങ്ങളെ പോലെ തന്നെയുള്ള ഈ ടു ബി, ടു ഡു, ടു ഹാവ് എന്നീ ഫോംസും. ഇത് രണ്ടും ഒരുപോലെ രാജകീയമാണ്, റോയലാണ്. ഓക്കെ, പക്ഷെ ഇവയുടെ ഫോമിലേക്ക് കടക്കുമ്പോൾ കഥ മാറി. അത് ജനങ്ങളാണ്, ഓർഡിനറി, വെറും പ്രജകൾ, വെറും സബ്ജക്ട്സ് എന്ന് പറയുന്ന പോലെ സിമ്പിൾ ഫോമിലേക്ക് മാറി. ഈ ഒരു വേർതിരിവ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഫോമിലുള്ള ഈ ആജ്ഞാശക്തി ഇവിടെ ഇല്ല. ഈ ഫോമില്
ഇതൊരു സ്പെഷ്യൽ പോഴ്സ് ആണ്. ഇതിന് സിംഗുലറും പ്ലൂറലും പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും എന്ന് പറഞ്ഞിട്ടുള്ള ആ തരത്തിലുള്ള വേർതിരിവുകൾ ഒന്നും തന്നെ ഇവിടെ ബാധകമല്ല. ബിക്കോസ് ദേ ഹാവ് ഗോട്ട് ദാറ്റ് സ്പെഷ്യൽ പ്രിവിലേജസ്. അവർക്ക് ചില പ്രത്യേക പരിഗണനകളുണ്ട്. അതുകൊണ്ടാണ് ബി സംതിങ്, അവിടെ സിംഗുലർ ഇല്ല, പ്ലൂറൽ ഇല്ല, പ്രസന്റ് പാസ്റ്റ് എന്നുള്ള ആ ടൈം സെൻസുകൾ ഒരു വ്യത്യാസവും ഇല്ല. ബി സംതിങ് ഇങ്ങനെ ആവൂ, ഡു സംതിങ് ഇങ്ങനെ ചെയ്യൂ, ഹാവ് സംതിങ് ഇങ്ങനെ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കൂ. ഇതേപോലെ തന്നെയാണ് ടു ബി ആവാൻ, ടു ഡു ചെയ്യാൻ, ടു ഹാവ് ഉണ്ടാകാൻ, സ്വന്തമാക്കാൻ അല്ലെങ്കിൽ കഴിക്കാൻ. ഇതിനൊന്നും ആ സിംഗുലർ പ്ലൂറൽ വ്യത്യാസങ്ങളോ പ്രസന്റ് പാസ്റ്റ് വ്യത്യാസങ്ങളോ ഇല്ല. ഇതിപ്പോ ഞാൻ 2-3 വട്ടം ആവർത്തിച്ച് പറയാൻ കാരണം ഇതൊരു സ്പെഷ്യൽ പവറാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ ആ ഒരു റോയൽ സ്റ്റേജിൽ ആ റൂട്ട് ഫോമിൽ ഇവയെ എങ്ങനെ മനസ്സിലാക്കുക, അതൊന്ന് സ്പെഷ്യൽ ആണെന്ന് മനസ്സിലാക്കിയാണ് മാറ്റി നിർത്തുക. ഇനി നമ്മൾ ഫോംസിലേക്ക് കടക്കുമ്പോൾ അവിടെ കഥ ആകെ മാറി. ഇപ്പൊ നമ്മള് ബി എന്ന് പറയുമ്പോൾ അറിയാം റൂട്ടാണ്. പക്ഷേ ഫോമിലേക്ക് കടക്കുമ്പോൾ എന്തായി? ഈസ്, എം, ആർ ആണ്, ആകുന്നു. വാസ്, വേർ ആയിരുന്നു. ഇവിടെ നോക്കൂ, ഈസ്, എം, ആർ സിംഗുലറും പ്ലൂറലും വന്നില്ലേ? ഈസ്, എം, ആർ പ്രസന്റ് ആണ്, വാസ്, വേർ പാസ്റ്റ് ആണ്, വിൽ ബി ഫ്യൂച്ചർ ആണ്, ക്യാൻ ബി, ഷുഡ് ബി മറ്റു മൂഡ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയേഷൻസ് ആണ്. ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ തലങ്ങും വിലങ്ങും അങ്ങ് വെട്ടി നുറുക്കി പലതും ആക്കി മാറ്റാണ്. സിംഗുലർ, പ്ലൂറല്, എബിലിറ്റി, പോസിബിലിറ്റി, ഇങ്ങനെ പല തരത്തിലുള്ള മൂഡ്സ് ആയിട്ട് ഒക്കെ മാറ്റിപ്പോകും. കാരണം അത് വെറും പ്രജകളാണ്. ബട്ട് ലുക്ക് അറ്റ് ദിസ് റൂട്ട് ഫോംസ്. ബി സംതിങ്, ടു ബി സംതിങ് റോയലാണ്, രാജകീയമാണ്. ഈ ഒരു വേർതിരിവ് ശരിക്കൊന്ന് ബോധിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുക ഡു ഐഡിയ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. ഡു സംതിങ് ഇങ്ങനെ ചെയ്യൂ. അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒന്ന് നിങ്ങൾ നോക്കി, മറ്റു വെർബുകളൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് നോക്കി. കം ഹിയർ, സിറ്റ് ഡൗൺ, കണ്ട, ഇരിക്കൂ, വരൂ, പോകൂ, ചാടൂ, പഠിക്കൂ, കണ്ട, ആ ഒരു കമാൻഡിങ് ഫോഴ്സ് വന്നില്ലേ? ആ ഡു സംതിങ് എന്നുള്ളതിന്റെ ആ ഡ്യൂപ്ലിക്കേഷൻ പറയുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ ടു ഡു പറയുമ്പോഴും ചെയ്യാൻ. ഐ വാണ്ട് ടു ഡു സംതിങ്, എനിക്കിങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇത് ഐ വെച്ചപ്പോൾ എന്തായി? ഐ വാണ്ട് ടു ഡു സംതിങ്, ഐ വാണ്ട് ടു ഡു. ഐ വെച്ചപ്പോൾ ടു ഡു. ഓക്കെ, ഹി വെച്ച് നോക്കിയേ, ഹി വാണ്ട്സ് ടു ഡു. ഐ വെച്ചത് കൊണ്ടും ഹി വെച്ചത് കൊണ്ടും ടു ഡു എന്നുള്ള ഫോമിൽ ഒരു വ്യത്യാസവും ഇല്ല. അതിന്റെ ഫോം വ്യത്യാസം തൊട്ട് അടുത്ത് കിടക്കുന്ന വാണ്ട് എന്ന വെർബിലാണ്, അല്ലാതെ ടു ഡുവിൽ ചേഞ്ച് വരുന്നില്ല. കാരണം ടു ഡു ഈസ് എ റോയൽ ഫോം. അപ്പൊ ബിയും ഡൂവും ഹാവും അതുപോലെ തന്നെ കൊട്ടാരത്തിലുള്ള മറ്റ് അംഗങ്ങളായ ടു ബിയും ടു ഡൂവും ടു ഹാവും ഇതിനൊക്കെ ഒരു സ്പെഷ്യൽ പവർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അവയ്ക്ക് സിംഗുലർ പ്ലൂറൽ വ്യത്യാസമോ പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ പോലുള്ള ടൈം സെൻസുകൾ വ്യത്യാസമോ ഒന്നും ബാധകമല്ല എന്ന് വ്യക്തമായില്ലേ? ഇത് നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഡൂവിനാണ്. നോക്കേ, ഡു എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ചെയ്യുക. ടു ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ. ഇനി ഫോംസിനെ നോക്കൂ. ഡു ഡസ് ചെയ്യാറുണ്ട്, അത് എന്നും ചെയ്യാറുണ്ട്. ഐ ഡു എവറി ഡേ, ഞാൻ എന്നും ചെയ്യാറുണ്ട്. ഹി ഡസ് എവറി ഡേ. കണ്ട, സിംഗുലറും പ്ലൂറലും അനുസരിച്ച് ആ ഫോം അവിടെ ചേഞ്ച് ചെയ്ത് പോയി. പാസ്റ്റിലേക്ക് വന്നേക്ക്, ഐ ഡിഡ് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ ചെയ്തു. ഹി ഡിഡ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ചെയ്തു. അവിടെ സിംഗുലർ പ്ലൂറൽ ഇല്ലെങ്കിലും ഇത് പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ എന്നുള്ള ടൈം ഡയമെൻഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെ ആ വേരിയേഷൻസ് ഒക്കെ ഇവിടെ ബാധകമാണ് ഫോംസിലേക്ക്. എങ്കിൽ റൂട്ടിന്റെ അർത്ഥം ഇങ്ങോട്ട് കൊടുക്കാൻ പാടുണ്ടോ? പോയില്ലേ? രാജാവിന് കഴിക്കേണ്ട അമൃതത്ത് പാറ പൊട്ടിച്ച് കുടലിൽ കഴിയുന്ന സാധാരണക്കാരന് കൊണ്ട് കൊടുക്കുന്ന പോലെ വളരെ വിരോധാഭാസമായി പോയി. ഇതുപോലെയാണ് ഡൂവിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയതിൽ പറ്റിയ ഏറ്റവും വലിയ പിശക്. ഇപ്പൊ ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെയ്യുക ഇതാണ്. പക്ഷെ ഡൂഡസ് എന്ന് പറയുന്ന പോലെ ഗോസ് എന്നുള്ളതിന്റെ അർത്ഥം ഈ അർത്ഥം നമ്മൾ ഇവിടെ കൊണ്ടുകൊടുത്തു. ശരിക്കും ഡൂവിന്റെ അർത്ഥം ചെയ്യൂ എന്നാണ്. ഓക്കെ, അപ്പൊ ഡൂഡസിന്റെ ഫോംസിലേക്ക് വരുമ്പോൾ എന്താർത്ഥം? ഈ അർത്ഥമല്ല, ചെയ്യാറുണ്ട് എന്നാണ് ഈ അർത്ഥം. ചെയ്യാറുണ്ട്. അപ്പൊ ഡൂഡസ് എന്ന് പറയുന്ന പോലെ മറ്റു വെർബുകളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഗോസ് പോകാറുണ്ട് അല്ലെ? അല്ലാതെ ഇവിടെയുള്ള പോകുക എന്നുള്ള അർത്ഥം ഇവിടെ ഇല്ല. ക്ലിയർ അല്ലേ? ഈ അർത്ഥം രാജകീയമാണ്. ഇവിടെ വരുമ്പോ പോകാറുണ്ട് എന്നുള്ള അർത്ഥമാണ് കൊടുക്കേണ്ടത്. പോകാറുണ്ട് ഇങ്ങനെ പറയുമ്പോഴാണ് ഇത് നമുക്ക് എന്നും ചെയ്യാറുണ്ട്, ഞങ്ങൾ എന്നും ഇങ്ങനെയാണ് ചെയ്യാറ്, ഞങ്ങളുടെ സ്വഭാവങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ കൂടെ സ്വഭാവങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഫോംസ് പറയുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ റൂട്ടിൽ പറയുമ്പോൾ അത് സ്വഭാവങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല, അത് കമാൻഡിങ് ഫോഴ്സ് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഈ ഒരു റോയൽ ഫീൽഡും ഒരു കോമൺ ഫീൽഡും തമ്മിലുള്ള ഈ ഒരു വേർതിരിവ് റൂട്ട്സും ബ്രാഞ്ചസും തമ്മിലുണ്ട് എന്നുള്ളൊരു വ്യക്തതയാണ് ഇംഗ്ലീഷ് ഭാഷ ഈ സ്പെൽ സിസ്റ്റം പ്രകാരം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ശക്തമായിട്ട് ആദ്യം വേണ്ടത്.
അത് വളരെ സിമ്പിളായി മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെ അത് ഹാവിനും ബാധകമാണ്. ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവട്ടെ, കഴിക്കട്ടെ എന്നർത്ഥം. ഇവിടെ സിംഗുലറും പ്ലൂറലും ഇല്ല. സിംഗുലറും പ്ലൂറലും ഫോമുകളിലാണ്. ഹാവ്, ഹാസ് ഉണ്ട്. അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട് എന്നുള്ള അർത്ഥത്തില്. ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ടാകട്ടെ, കഴിക്കൂ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഹാവ്. അവിടെ ഹാസ് ഇല്ല. കണ്ട, ആ ആജ്ഞാ ഫോഴ്സിൽ പറയുമ്പോൾ സിംഗുലറും പ്ലൂറലൊന്നും ഇല്ല. അതുമാതിരി പ്രസന്റും പാസ്റ്റ് ഇല്ല. ഐ വാണ്ട് ടു ഹാവ്, ഐ വാണ്ടഡ് ടു ഹാവ് ഒക്കെ കണ്ട. ഐ വാണ്ട് ടു ഹാവ്, ഐ വാണ്ടഡ് ടു ഹാവ്. കണ്ടോ, ഇവിടെ വാണ്ടായാലും വാണ്ടഡ് ആയാലും ടു ഹാവ് എന്നുള്ള ആ വെർബിന് ഒരു ചേഞ്ചും ഇല്ല. ഇവിടെ പ്രസന്റ് പാസ്റ്റ് ടെൻസ് വ്യത്യാസങ്ങളോ സിംഗുലർ പ്ലൂറൽ വ്യത്യാസങ്ങളോ ഇവിടെ ബാധകമല്ല. പക്ഷെ അത് ഇവിടെ വന്നാൽ ഓക്കെ, ബാധകമായി. നോക്കി, ഐ ഹാവ് എ ഫ്രണ്ട്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഐ ഹാഡ് സം ഫ്രണ്ട്സ്, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പ്രസന്റും പാസ്റ്റും മാറി. ഇനി അത് സിംഗുലർ വെച്ച് നോക്കിയാൽ ഹി ഹാസ് ഐ, സിംഗുലർ വ്യത്യാസം വന്നു. ആ വ്യത്യാസങ്ങളൊക്കെ ഈ ഫോമില് പ്രജകൾക്കേ ഉള്ളൂ, രാജകീയമായിട്ടുള്ള ഈ റൂട്ട് ഫോമിന് ഇല്ല എന്നുള്ള ഒരു വ്യത്യാസം ഈസി ആയിട്ട് മനസ്സിലായില്ലേ? ഈ വ്യത്യാസം ഇത്രയ്ക്കും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ PDF പ്രിന്റിലുള്ള ആ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ എക്സാമ്പിൾസും അത് എളുപ്പം മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ ആ റോയൽ ഫോമിൽ ഉപയോഗിക്കുന്ന ടു ബി, ടു ഡു, ടു ഹാവ് എന്നുള്ളതിന്റെ കുറച്ച് മോഡൽ എക്സാമ്പിൾസും കൂടെ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കൂ. ഐ വാണ്ട് ടു ബി സ്മാർട്ട്, എനിക്ക് സ്മാർട്ട് ആവാൻ ആഗ്രഹമുണ്ട്. സ്മാർട്ട് ആവാൻ, ഐ വാണ്ട് ടു ബി സ്മാർട്ട്. അത് പാസ്റ്റിൽ പറയും ഐ വാണ്ടഡ് ടു ബി. ടു ബിക്ക് വ്യത്യാസമില്ല. ഐ വാണ്ടഡ് ടു ബി. ഇതേ മോഡലില് ഐ തോട്ട് ടു ബി, ഐ പ്ലാൻഡ് ടു ബി, ഐ ഇമാജിൻഡ് ടു ബി, ഐ വാണ്ടഡ് ടു ബി, ഐ വിഷ്ഡ് ടു ബി. ഇങ്ങനെ കുറച്ച് വെർബുകളിലൂടെ ഇത്രയും ഈ ടു ബി നമുക്ക് പറഞ്ഞു പഠിക്കാം. ഇതേപോലെ തന്നെ മറ്റൊരു ഫോമാണ് ഹി ടോൾഡ് മീ ടു ബി, അവൻ എന്നോട് ഇങ്ങനെ ആകാൻ പറഞ്ഞു. ഹി ടോൾഡ് മീ ടു ബി. ഹി വാണ്ടഡ് മീ ടു ബി എന്ന് പറയുന്ന പോലെ തന്നെ ഹി ടോൾഡ് മീ ടു ബി. ഹി ടോട്ട് മീ ടു ബി, എന്നെ ഇങ്ങനെ ആവാൻ പഠിപ്പിച്ചു. ഹി സപ്പോർട്ടഡ് മീ ടു ബി, എന്നെ ഇങ്ങനെ ആവാൻ സപ്പോർട്ട് ചെയ്തു. ഹി ഇൻസ്പയർഡ് മീ ടു ബി. ഹി മോട്ടിവേറ്റഡ് മീ ടു ബി. കണ്ട, ഹി കമ്പൽഡ് മീ ടു ബി. ഇങ്ങനെ ആ ടു ബി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ സ്ട്രക്ചറുകൾ ഇതൊക്കെ അതുപോലെ തന്നെ ടു ഡൂവിലേക്കും അങ്ങ് കോപ്പി ചെയ്തേക്കുക. അതുപോലെ തന്നെ ടു ഹാവിലേക്കും അങ്ങ് കോപ്പി ചെയ്തേക്കുക. ഈ 3 ഫോമിലും ഈ ടു ഡു, ടു ബി, ടു ഹാവ് അങ്ങനെ പറയുന്ന ആ ഫ്ലക്ച്വേഷൻസ് കംപ്ലീറ്റ് നമ്മൾ ആ PDF ഫോർമാറ്റിൽ ആ പ്രിന്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയുടെ ആ റൂട്ടും ബ്രാഞ്ചും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ, അവ തമ്മിലുള്ള എവിടെയാണ് ശക്തമായിട്ടുള്ളതിനെ വേർതിരിച്ച് നിർത്തുന്ന ആ ഡിവൈഡിങ് ലൈൻ ഏതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവയെ ഇരുത്തേണ്ടടുത്ത് നമുക്ക് ഇരുത്താൻ പറ്റും. ബി, ഡു, ഹാവിനെ എവിടെ ഇരുത്തണം, ഈസമാറും വാസുവാറും എവിടെ ഇരുത്തണം, ഇവര് രണ്ടിനും ഇരിക്കേണ്ടടുത്ത് നമുക്ക് ഇരുത്താൻ പറ്റും. അവൻ ഇരിക്കേണ്ടടുത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ മറ്റേ ശൂന്യകൻ കയറിയിരിക്കുന്ന പറയില്ലേ, ഇതുപോലെയാണ് ഈ റൂട്ട്സിനെയും ബ്രാഞ്ചുകളിനെയും ഇരുത്തേണ്ടടുത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ മറ്റവൻ കയറി വന്നിരിക്കും. ഇപ്പൊ പല ആളുകളുടെയും ഇംഗ്ലീഷ് ഭാഷ ഇങ്ങനെ പല പോലെ ഇങ്ങനെ ഓടി നടന്ന് ഈ ഓരിയിട്ട് പട്ടികളുടെ പോലെ അവിടെ എങ്ങനെയും കലബല കാണിച്ച് നടക്കുന്നതിന്റെ കാരണം രാജാവിനെയും പ്രജകളെയും തമ്മിൽ തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. എന്തിനാ ഈ ബി ഡു ഹാവിന്റെ മൊത്തം പറയുന്നു? ഡു എന്നുള്ളത് റൂട്ടാണ്, ഒറിജിനൽ ആക്ഷൻ വാക്ക് കാണിക്കുന്ന ഒരേ ഒരു ആക്ഷൻ റൂട്ടാണെന്നും ബാക്കി എല്ലാ വേർബ്സും അതിന്റെ ഡ്യൂപ്ലിക്കേഷൻസ് മാത്രമാണെന്നുള്ള ഒരു ചിന്ത പോലും ഇത്രയും കാലമായിട്ടും നമുക്കോ ഈ ലോകം മുഴുവനോ ഒരു സ്ഥലത്തും അധികമായിട്ടില്ല, അതുപോലും ആയിട്ടില്ല. എങ്കിൽ നമ്മൾ ഈ ബി ഡു ഹാവിന്റെ മൊത്തത്തിലുള്ള ഇത്തരത്തിലുള്ള റൂട്ടും ആൻഡ് ബ്രാഞ്ചസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് ശക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര ശക്തമായ ഗ്രിപ്പാണ് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ കിട്ടുന്നത്. ഇതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ എവറിത്തിങ് ബിക്കംസ് വെരി ഈസി. എങ്കിൽ പുലിയെ അതിന്റെ മടയിൽ ചെന്ന് നേരിട്ട് കീഴടക്കുന്നത് പോലെ ബി, ഡു, ഹാവ് എന്ന റൂട്ടുകളെ അവയുടെ ആ റൂട്ട് ഫോമിൽ തന്നെ രാജകീയമായിട്ടുള്ള ശക്തിയോടും പ്രതാപത്തോടും കൂടെ തന്നെ ഒന്ന് പ്രയോഗിച്ച് ആ റൂട്ട് തലത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ശക്തി ഒന്ന് പ്രകടിപ്പിക്കണം. കാരണം നമ്മൾ അവരെ മൊത്തത്തിൽ അടിച്ചിട്ടാണ് പോണേ. അപ്പൊ നമുക്ക് വിധേയപ്പെട്ടിരിക്കണം ഇനി ഇംഗ്ലീഷ് ഭാഷ. ഇംഗ്ലീഷ് വലിയ രാജാവും വലിയ രാജാതിരാജനൊക്കെ ആയിരിക്കും, അതൊക്കെ സംബന്ധിച്ച്. പക്ഷെ നമ്മൾ അതിനേക്കാളും വലിയ രാജാവാണ്. നമുക്ക് മുമ്പിൽ അവൻ ഒന്നുമല്ല, നമ്മൾ അവനെ അടിച്ചിടാണ് പോണേ. അതുകൊണ്ട് ആ റോയൽ ഫോമിൽ തന്നെ ബി സംതിങ്, ഡു സംതിങ്, ഹാവ് സംതിങ് എന്നുള്ള ആ റോയൽ സ്ട്രക്ചറുകളിൽ തന്നെ നമ്മൾ അവയൊന്ന് പരിശീലിച്ച് നമ്മൾ നമ്മുടെ ശക്തി പ്രകടിപ്പിക്കാനാണ് പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പറയാം, ഒന്ന് പോസിറ്റീവായിട്ടും ഒന്ന് നെഗറ്റീവായിട്ടും. ഇതിന് മറ്റു ടെൻസോ സിംഗുലറും പ്ലൂറലും വ്യത്യാസമൊന്നുമില്ലല്ലോ, അത് നമുക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. എങ്കിലും ആ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ആ റൂട്ട് ഫോമുകളെ റൂട്ടായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പറഞ്ഞു പഠിക്കുക. അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് അല്പം ആജ്ഞാശക്തിയുള്ള ഒരു എക്സാമ്പിൾ ആയിരിക്കും നമ്മൾ പറഞ്ഞു പഠിക്കുക, കാരണം റൂട്ട് ഫോംസ് അല്ലേ.
അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ബി സംതിങ് എങ്ങനെയായിരിക്കും? നമ്മൾ എപ്പോഴും കേട്ട് പരിചയമുള്ള എക്സാമ്പിൾ ആണ് ബി സ്മാർട്ട് ബട്ട് ഡോണ്ട് ബി ഓവർ സ്മാർട്ട് എന്ന് പറയില്ലേ? ഇതുപോലെ തന്നെ ഡു ലൈക്ക് ദിസ്, ഇങ്ങനെ ചെയ്യൂ, ബട്ട് ഡോണ്ട് ഡു ലൈക്ക് ദിസ്, പക്ഷെ ഇങ്ങനെ ചെയ്യരുത്. അതുമാതിരി തന്നെ ഹാവ് സംതിങ്. ഇത്തരത്തിൽ ഈ ആജ്ഞാശക്തി പ്രകടിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ ഹാവ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കൂടുതലും ഈ ഉണ്ടാകട്ടെ എന്നുള്ള അർത്ഥത്തേക്കാൾ ഉപരിയായിട്ട് കഴിക്കൂ എന്നുള്ള അർത്ഥമാണ് കിട്ടുക. ഹാവ് സംതിങ്, കഴിക്കൂ. ഹാവ് സം മോർ വാട്ടർ, ഹാവ് സം ബിസ്ക്കറ്റ്സ്, കുറച്ച് ബിസ്ക്കറ്റ് കഴിക്കൂ. അല്ലെങ്കിൽ ഹാവ് സം ടൈം, ഹാവ് സം ഫൺ, കുറച്ച് ഫൺ ആവട്ടെ. ഉണ്ടാകട്ടെ ആവട്ടെ പറയാം, പക്ഷെ കഴിക്കൂ എന്നുള്ള ഒരു സെൻസിലാണ് നമ്മൾ ഹാവ് സംതിങ് എന്നുള്ളൊരു രീതിയിൽ ആ ഒരു റൂട്ട് ഫോമിൽ പറയുമ്പോൾ നമുക്ക് കൂടുതൽ പ്രയോഗം വരുന്നത്. അപ്പൊ ഈ 3 തലത്തിലൂടെ നമ്മൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും 2-3 എക്സാമ്പിൾസ് അങ്ങ് പരിശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇംഗ്ലീഷ് ഭാഷയെ അതിന്റെ ആ റൂട്ടിൽ നമ്മൾ പറഞ്ഞില്ലേ, പുലി മടയിൽ ചെന്ന് നേരിട്ട് കീഴടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം, ആ ഒരു രാജകീയമായിട്ടുള്ള പവർ നമുക്ക് കിട്ടും. അങ്ങനെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഇംഗ്ലീഷ് ഭാഷയെ അതിന്റെ റൂട്ട് തലത്തിൽ തന്നെ ഒന്ന് പരിശീലിച്ച് കീഴടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പരിശീലനമാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇത് പറഞ്ഞു പഠിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സൂത്രം, ടെക്നിക്ക് ഇവിടെ തൊട്ടേ നമ്മൾ അപ്ലൈ ചെയ്ത് പഠിക്കുക. എന്താണ് ആ ടെക്നിക്ക്? എന്ത് പറയുമ്പോഴും മിക്സ് ചെയ്തുകൊണ്ട്, കണക്ട് ചെയ്തുകൊണ്ട്, ആ കണക്റ്റിംഗ് ടെക്നിക്കിലൂടെ വേണം നമ്മൾ ഭാഷാ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒരു വാചകം പോലും പറയുകയാണെങ്കിൽ പോലും അതിലുണ്ടായിരിക്കണം എന്തെങ്കിലും ഒരു കണക്ഷൻ. കാരണം ഈ കണക്ടിങ് വേർഡ്സ് ആണ് നമ്മളെ കണക്ട് ചെയ്ത് അങ്ങ് എല്ലായിടത്തേക്ക് എത്തിക്കുന്നത്. നമ്മളിപ്പോ വലിയ ബിസിനസ്സിലേക്കാണെങ്കിലും നമ്മൾ പറയും ബന്ധങ്ങളാണ് എല്ലാം ഡെവലപ്പ് ചെയ്യണമെന്ന് പറയും. ബിസിനസ് ഫീൽഡില് സൗഹൃദങ്ങളാണെങ്കിലും നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു തരം കണക്ഷൻ അല്ലേ? ഈ കണക്ഷൻസ് സൗഹൃദങ്ങളുള്ളവർക്കല്ലേ കൂടുതൽ വ്യാപകമായിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു സ്വാധീനവും ശൃംഖലയും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, പേഴ്സണൽ ലൈഫിലായാലും ബിസിനസ് ലൈഫിലായാലും, be it personal life or business life or language for that matter, we need connections. Without connections there is nothing at all, absolutely nothing. Realize this fact very strongly and understand and go ahead with this principle in mind. That means what we want mostly is the connectors. That means idea connectors. And with the help of these idea connectors, we can spread anywhere. We can conquer a major chunk of language within a short span of time. It's much possible. It's very possible. വളരെയധികം പോസിബിൾ ആണ് അത്തരം ഒരു സംഗതി. അപ്പൊ ആ ഒരു ടെക്നിക്കാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു സംഗതി. അതായത് കണക്ഷനിലൂടെ മാത്രമേ പോകാവൂ, ബന്ധങ്ങളില്ലെങ്കിൽ ഒന്നും നിലനിൽക്കില്ല. അത് പേഴ്സണൽ ലൈഫിലായാലും ബിസിനസ് ലൈഫിലായാലും. ഓക്കെ, അപ്പൊ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടാണ് പറഞ്ഞു പഠിക്കേണ്ടത്. അപ്പൊ ബി ആണെങ്കിൽ എങ്ങനെ അർത്ഥം? ബി സംതിങ് അല്ലെങ്കിൽ ബി സംബഡി. നമ്മൾ ഈ എക്സ്ട്രാ പറയുന്നതും സംബഡിയും സംതിങ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറയില്ലേ ബി സംബഡി, ബി സംതിങ്. അപ്പൊ ബി സംബഡി എന്ന് പറയുമ്പോ ബി എഫ്ലുവൻറ്റ് സ്പീക്കർ. ഫ്ലുവൻറ്റ് സ്പീക്കർ എന്ന് പറയുമ്പോൾ ഒരു സംബഡി അല്ലേ? അപ്പൊ ബി സംബഡി എന്ന് പറയുമ്പോ ബി ഫ്ലുവൻറ്റ് സ്പീക്കർ. സംതിങ് എന്നാണെങ്കിൽ ബി ഹാപ്പി ആയി. അപ്പൊ നമ്മള് സംബഡി സംതിങ് തന്നെയാണ് ഇതിന്റെ എക്സ്റ്റൻഷൻസ് ആയിട്ട് ഒക്കെ പറയുന്നത്. തുടക്കത്തിലും സംബഡി സംതിങ്, അത് കഴിഞ്ഞാൽ ബി ഡു ഹാവ് ഐഡിയ, ബാക്കി വാൽ ഭാഗത്തും സംബഡി സംതിങ്. ആകെ ഈ സംബഡി സംതിങ്ങും ബി ഡു ഹാവ് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് മനസ്സിൽ മായാതെ പതിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ബി സംബഡി ഓർ ബി സംതിങ് ഇങ്ങനെ ആവൂ. കണ്ടോ, ഇപ്പൊ നമ്മളിങ്ങനെ ആകൂ എന്നുള്ള അർത്ഥമാണ്. ടു ബി എന്ന് പറയുമ്പോൾ ആകാൻ, അതതിന്റെ റൂട്ട് ഫോമാണ്. അത് മാറ്റി വെച്ചേക്ക്, മനസ്സിലായല്ലോ? ഇനി അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് സംഭാഷണത്തിൽ നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് പ്രയോഗിക്കേണ്ടത് ഇത്തരത്തിലാണ്. നമ്മൾ ചില ഫ്രണ്ട്സിനെ കാണുമ്പോൾ അറിയില്ലേ, എന്താ ബി സ്മാർട്ട് മാൻ, എന്തെങ്ങനെ ഡോണ്ട് ബി സ്ലോ, ഇങ്ങനെ സ്ലോ ആവല്ലേ, ബി സ്മാർട്ട്, എന്നാലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അവരെ അല്പം മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ അവിടെ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫില്, പ്രാക്ടിക്കൽ ടേംസിൽ നമുക്കിത് ഉപയോഗിക്കേണ്ടി വരുന്നത് ബി സംബഡി ബട്ട് ഡോണ്ട് ബി ലൈക്ക് ദിസ്. പക്ഷെ ഇങ്ങനെ ആവരുത്. കണ്ട, ബി ഡോണ്ട് ബി, പോസിറ്റീവ് നെഗറ്റീവ്. വേണമെങ്കിൽ ഒരു ലൈൻ കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കും. അത് എന്തിനാ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ കണക്ടേഴ്സ് ഉപയോഗിച്ച് ഇവരെ നീട്ടിക്കൊണ്ടുപോകാനായിട്ടുള്ള സ്കില്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഈ പോസിറ്റീവ് നെഗറ്റീവ് മാത്രം മതി. എങ്കിലും നമ്മുടെ പർപ്പസ് മനസ്സിലായല്ലോ, കുറച്ചൊന്ന് പരത്തി പറഞ്ഞ് പഠിക്കാനായിട്ടുള്ള സ്കില്ല് കിട്ടാൻ വേണ്ടിയിട്ട്. അതെല്ലാ സ്ഥലത്തും നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ എക്സാമ്പിൾ നോക്കി, ബി സംബഡി ഇങ്ങനെ ആകൂ ബട്ട് ഡോണ്ട് ബി സംബഡി. പക്ഷെ ഇങ്ങനെ ആവരുത് കേട്ടോ. അതായത് സ്മാർട്ട് ആയിക്കോളൂ, പക്ഷെ ഓവർ സ്മാർട്ട് ആവരുത്. ആൻഡ് ഇഫ് പോസിബിൾ, കണ്ട നല്ലൊരു കണക്ഷൻ അവിടെ വെച്ചില്ലേ. ആൻഡ് ഇഫ് പോസിബിൾ, പറ്റുകയാണെങ്കിൽ എന്താവണം? ട്രൈ ടു ബി സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവാൻ ശ്രമിക്കൂ.
അപ്പൊ ട്രൈ ടു ബി. ബേസിക് ആയിട്ട് ഇതിന്റെ ആ വർക്കൗട്ടിൽ വരുന്നത് ബി സംബഡി ബട്ട് ഡോണ്ട് ബി ലൈക്ക് ദിസ് ആൻഡ് ഇഫ് പോസിബിൾ ട്രൈ ടു ബി സംതിങ്. കണ്ട, ബി, ഡോണ്ട് ബി, ട്രൈ ടു ബി, ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമ്മൾ ഡൂവിലും പറയും, ഹാവിലും പറയും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. വെരി സിമ്പിൾ. പക്ഷെ ആ റൂട്ട് ഫോമില്, അതിന്റെ ബേസിക് ഫോമില് നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടും. ഇത് നമുക്ക് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ വളരെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ബി സംതിങ്, ഡോണ്ട് ബി സംതിങ്, ട്രൈ ടു ബി സംതിങ്. പക്ഷെ അത് കണക്ട് ചെയ്യാം. എങ്ങനെ പറയും? ബി സംതിങ് ബട്ട് ഡോണ്ട് ബി സംതിങ് ആൻഡ് ഇഫ് പോസിബിൾ ട്രൈ ടു ബി സംതിങ്. ഇതേപോലെ കണക്ഷൻസ് തന്നെ ഡൂവിലും പറയാം. എങ്ങനെ പറയും? ഡു സംതിങ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. ബട്ട് ഡോണ്ട് ഡു ലൈക്ക് ദിസ്, ഇങ്ങനെ ചെയ്യരുത്. ആൻഡ് ഇഫ് പോസിബിൾ ട്രൈ ടു ഡു സംതിങ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കൂ പറ്റിയാൽ. ഓക്കെ അല്ലേ? ഇതേപോലെ ഹാവിലും അങ്ങോട്ട് പറയാം. ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. ഇതേ സിസ്റ്റം തന്നെ. ഹാവ് സംതിങ്. ഇവിടെ ഒരു കാര്യം അറിയണം, ഈ ഒരു സ്റ്റൈലിൽ നമ്മൾ പക്ക റൂട്ടായിട്ട് പറയല്ലേ ചെയ്യണം. ഇങ്ങനെ ഹാവ് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഹാവിന്റെ ഒറിജിനൽ അർത്ഥമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഉണ്ട്, സ്വന്തമായിട്ടുണ്ട്, ഉടമസ്ഥാവകാശം കാണിക്കുന്നതാണ്. പക്ഷെ ഈ ഒരു സെൻസിൽ പറയുമ്പോൾ ആ അർത്ഥം അധികം കിട്ടില്ല. കാരണം നമ്മളെപ്പോഴും നമ്മൾ റിയൽ ലൈഫിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, യു ആർ ജസ്റ്റ് വിസിറ്റിംഗ് സം ഫ്രണ്ട്സ് ഓർ some of your relatives, and in that casual interactions, they may come with some food items and then say, okay, have it man, have it, കഴിക്ക്. have something എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ അർത്ഥം ഇങ്ങനെ, അത് കഴിക്കൂ, എടുക്കൂ, എൻജോയ് ചെയ്യൂ. ആ അർത്ഥത്തിലാണ് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഹാവ് സംതിങ് എന്ന് പറഞ്ഞാൽ കിട്ടുക. അവിടെ നമ്മൾ സ്വന്തമാക്കൂ എന്നൊന്നും അർത്ഥം വരില്ല. ഹാവ് സംതിങ് എന്ന് പറയുമ്പോൾ ഇത് സ്വന്തമാക്കൂ എന്ന അർത്ഥമല്ല, കഴിക്കുക എന്ന് പറയില്ല. ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ ഇതിൽ പറയും ഹാവ് സം മോർ റൈസ്, കുറച്ചുകൂടെ റൈസ് കഴിക്കുക. ഹാവ് വൺ പീസ് ഓഫ് ദിസ് ചിക്കൻ ഫ്രൈ, ഇതൊരു കഷ്ണം കൂടി കഴിക്കുക. ഹാവ് ഇറ്റ് മാൻ, ബട്ട് ഡോണ്ട് ഹാവ് ദാറ്റ് അലോങ് വിത്ത് ദാറ്റ്. പക്ഷെ അതിന്റെ കൂടെ ഇത് കഴിക്കരുത്. ഡോണ്ട് ഹാവ്, കഴിക്കരുത്, കഴിക്കൂ, കഴിക്കരുത്. ഇങ്ങനെ ഹാവ് സംതിങ് ബട്ട് ഡോണ്ട് ഹാവ് ദിസ് തിങ് ആൻഡ് ഇഫ് പോസിബിൾ ട്രൈ ടു ഹാവ് മോർ സാലഡ്സ്. പറ്റിയാൽ കുറച്ച് സലാഡ് കഴിക്കാൻ നോക്കൂ. ഇങ്ങനെ പറയുമ്പോൾ കഴിക്കുക, എൻജോയ് ചെയ്യുക, തിന്നുക, കുടിക്കുക എന്നുള്ള അർത്ഥമാണ് കൂടുതൽ വരുന്നത്. വളരെ അപൂർവമായിട്ട് ഉണ്ടാകട്ടെ എന്നുള്ള അർത്ഥം വരും. ഇപ്പൊ നമ്മള് ഈ മീറ്റിങ്ങും പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് പറയും, ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ, ഹാവ് എ ഗുഡ് ടൈം, ഹാവ് ഫൺ, നല്ല ദിനം ഉണ്ടാകട്ടെ, നല്ല ദിനം ആശംസിക്കുന്നു എന്നുള്ള അർത്ഥത്തില്. അത് വളരെ അപൂർവമാണ് ഡയറക്റ്റ് പറയുമ്പോൾ. പക്ഷെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് ആണെന്ന് മാത്രം. പക്ഷെ റിയൽ ലൈഫിൽ ഹാവ് സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കൂ, തിന്നു, കഴിക്കരുത്, തിന്നരുത് എന്നുള്ള അർത്ഥമാണെന്ന് ഒന്ന് മനസ്സിലാക്കുക. എങ്കിൽ അവിടെ നമ്മൾ ഈ ഒരു ടെക്നിക്ക് പറഞ്ഞേക്ക്, ഹാവ് സംതിങ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കേ, ബട്ട് ഡോണ്ട് ഹാവ് ദിസ് തിങ്, പക്ഷെ ഇങ്ങനത്തെ കഴിക്കരുത്. അതായത് നിങ്ങൾ ഭക്ഷണം നന്നായിട്ട് കഴിക്കൂ, പക്ഷേ ഫാസ്റ്റ് ഫുഡ് അധികം കഴിക്കരുത്. ആൻഡ് ഇഫ് പോസിബിൾ, പറ്റുകയാണെങ്കിൽ ട്രൈ ടു ഹാവ്, കഴിക്കാൻ ശ്രമിക്കൂ. ട്രൈ ടു എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക എന്നല്ലേ. ട്രൈ ടു ഹാവ് മോർ ഹോംലി ഫുഡ്, കൂടുതൽ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കൂ. സിമ്പിൾ ആയില്ലേ? അപ്പൊ നമ്മൾ ഒന്നുകൂടെ പറയാം, ബി സംതിങ്, നമ്മൾ എങ്ങനെ എന്തെങ്കിലും ആവാൻ ശ്രമിക്കൂ, ബട്ട് ഡോണ്ട് ബി ലൈക്ക് ദിസ്, പക്ഷെ ഇങ്ങനെ ആവരുത്. പറ്റിയാൽ ഇഫ് പോസിബിൾ ട്രൈ ടു ബി സംതിങ്, ഇങ്ങനെ ആവാൻ ശ്രമിക്കൂ. ഇതേപോലെ നമ്മൾ ഡൂവിൽ പറയുന്നു, എങ്ങനെ ഡു സംതിങ്. ഞാൻ അതൊരു എക്സാമ്പിൾ ആയിട്ട് മാറ്റി പറയാം. സ്പീക്ക് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് സംസാരിക്കൂ, ബട്ട് ഡോണ്ട് ടോക്ക് എവറി ടൈം ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ എപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കരുത്. ആൻഡ് ഇഫ് പോസിബിൾ, പറ്റുകയാണെങ്കിൽ ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് സ്കിൽസ്, ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കൂ. അതായത് ഡൂവിലാണ് നമുക്ക് ഓപ്ഷൻസ് മാറ്റി പറയാനുള്ള സാധ്യതകൾ. കാരണം ഡു എന്ന വാക്കിന്റെ സ്ഥാനത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട വെർബുകൾ മാറ്റി മാറ്റി പറയണ്ടേ. ബിയിലും ഹാവിലും ആ മെയിൻ വാക്ക് ബിയും ഹാവ് മാറില്ല, അതിന്റെ വാലുകൾ മാത്രം മാറുന്നത്. പക്ഷെ ഡൂവിന്റെ സ്ഥാനത്ത് ആ ഹൃദയം തന്നെ, ആ മേജർ വേർഡ് തന്നെ മാറ്റി പറഞ്ഞു പഠിക്കണം. അതാണ് ഡൂവിന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് വെച്ച് പറയുമ്പോഴുള്ള ആ ഒരു എക്സാമ്പിൾസിന്റെ കുറച്ച് മോഡൽസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് എങ്ങനെ പറയണം എന്നുള്ളൊരു ടെക്നിക്ക് പിടികിട്ടി. ഇനി അത് രണ്ടു പേർ ചേർന്ന് ഒരു സംഭാഷണം നടത്തണം വരെ നമ്മൾ കാഷ്വൽ ടോക്കിൽ സിറ്റിംഗ് അക്രോസ് ദ ടേബിൾ ആൻഡ് ജസ്റ്റ് കാഷ്വലി ഇന്ററാക്ടിങ് വിത്ത് വൺ ഓഫ് യുവർ ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് ടോക്ക് ചെയ്യുന്ന പോലെ, ബി സംതിങ് മാൻ ബട്ട് ഡോണ്ട് ബി ലൈക്ക് ദിസ് ആൻഡ് ഇഫ് പോസിബിൾ ട്രൈ ടു ബി ലൈക്ക് ദിസ്. ഇതിങ്ങനെ ഒരൊറ്റ ശ്വാസത്തിൽ നമ്മൾ ഫ്ലുവൻസി ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ബ്രെത്ത് വളരെ വീക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് ഫ്ലുവൻസി എളുപ്പം ഡെവലപ്പ് ചെയ്യാത്തതെന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനിയിപ്പോ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ആ ഒരൊറ്റ ബ്രെത്തിൽ അങ്ങ് ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ആദ്യം അതൊന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി പറയുക. അപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, ബി ഫ്രണ്ട്ലി ബട്ട് ഡോണ്ട് ബി ടു മച്ച് അറ്റാച്ച്ഡ് ടു എനിബഡി. കണ്ടോ? അപ്പൊ ബി സംതിങ് ബട്ട് ഡോണ്ട് ബി ലൈക്ക് ദിസ്. ആ രണ്ടെണ്ണേ കൊടുത്തിട്ടുള്ളൂ. മൂന്നാമത്തെ കൊടുക്കാത്തതിന്റെ കാരണം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ഞാൻ അത്യാവശ്യം സംഗതികളൊക്കെ പറഞ്ഞു തരും,
പിന്നെ ഒരു പോസിബിലിറ്റി അവിടെ വെച്ച് തരും. അത് നിങ്ങൾ കണ്ടെത്തി ഉപയോഗിക്കുന്നത്. ഞാനത് പറഞ്ഞു തരുന്നുണ്ട്, ശരിക്കും അത് പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ശ്രമിക്കേണ്ടതാണ്. ഇതിപ്പോ പോസിറ്റീവ് നെഗറ്റീവ് മാത്രമല്ലേ ഉള്ളൂ, ട്രൈ ടു ഡു വെച്ച് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ കണ്ടെത്തി. ഇപ്പൊ നേരിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കി പറയുമായിരുന്നു. പക്ഷെ ഞാനത് പറഞ്ഞു തരുന്നുണ്ട്, കാരണം അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ആ ഭാഗം നിങ്ങൾ സ്വയം ഫില്ല് ചെയ്ത് ഉപയോഗിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുടെ കൂടി ഒരു എന്താ പറയാ, ഒരു കോൺട്രിബ്യൂഷൻ, ഒരു ഇൻപുട്ട് അതിൽ വരുന്നുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് അത് നമ്മുടെ ഭാഷയാണെന്നുള്ളൊരു ഫീലിംഗ് കിട്ടുള്ളൂ. അല്ലാതെ എല്ലാം ഞാൻ പറഞ്ഞു തരുന്നത് മാത്രം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ it's almost like, somebody else's language, not your language. You won't have that kind of feeling that it's your language. നിങ്ങളുടെ ലാംഗ്വേജ് ആണെന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കൂടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ തേർഡ് പാർട്ട് നിങ്ങൾ പറയണം. and if possible try to be, and if possible try to do, and if possible try to have. അങ്ങനെ ആ 3 ഐഡിയയിലും ആ മൂന്നാമത്തെ പാർട്ട് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് യുവർ ലാംഗ്വേജ്. കറക്റ്റ്? ഓക്കെ, എങ്കിൽ നമുക്ക് ആ ബോക്സിൽ ഫസ്റ്റ് എക്സാമ്പിൾ ഒന്ന് വായിച്ചു നോക്കിയേ. Be friendly, but don't be too much attached to anybody. And if possible, try to be, try to be, എങ്ങനെയാവൻ, ഇതിപ്പോ നമ്മൾ ഫ്രണ്ട്ലി ആവണം, അറ്റാച്ച്ഡ് ആവണം, പക്ഷെ പറ്റുകയാണെങ്കിൽ ഇത്തിരി ഓണസ്റ്റ് ആവാൻ ശ്രമിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ നോക്കുക. പറയാൻ പറ്റില്ലെന്നെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്തോ, നോ പ്രോബ്ലം. അതൊക്കെ പറ്റുന്ന ഒരു സ്റ്റേജ് വരും, അപ്പൊ പറഞ്ഞാൽ മതി. Be friendly, but don't be too much attached to anybody. And if possible, try to be healthy. Try to be systematic in your life. Try to be polite to everybody. എല്ലാവരോടും polite ആവാൻ ശ്രമിക്കൂ. Try to be polite to everybody. Okay? അപ്പൊ ഇത് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ തന്നെ പറഞ്ഞില്ലേ, ഓക്കെ, അതുപോലെ ഒരു ടെയിൽ, ഒരു വാൽഭാഗം കൂടി കൂട്ടിച്ചേർക്കാം. അപ്പോഴാണ് അതിന് റിയലിസ്റ്റിക് പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പഠിക്കുന്ന പലതും ഏട്ടിലെ പശു പോലെയാണ്. അതായത് ഏട്ടിലെ പശു പുല്ല് തിന്നില്ലെന്ന് പറയില്ലേ, അതുപോലെ നമ്മൾ പഠിക്കുന്നത് റിയൽ ലൈഫിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് റിയൽ ലൈഫിൽ പറയുന്ന ആ രീതിയിലല്ല നമ്മൾ പഠിക്കുന്നത്. അതന്നെ അതിന്റെ പ്രോബ്ലം. അപ്പൊ നമുക്ക് റിയൽ ലൈഫിൽ പറയണമെങ്കിൽ എങ്ങനെ പഠിക്കണമായിരുന്നു? റിയൽ ലൈഫിൽ പറയുന്ന പോലെ പഠിക്കണമായിരുന്നു. വെരി സിമ്പിൾ. നമ്മള് പ്രസംഗത്തിന് ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ടും ആളുകള് അവസാനം വരെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ടും ചില മിടുക്കന്മാരായിട്ടുള്ള പ്രാസംഗികർ പറയും, തുടക്കത്തിലെ പറയും, ഈ പ്രസംഗം കേട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾ മരിക്കാതിരിക്കുന്നതിനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എന്ന് പറയും. അപ്പൊ എല്ലാവരും നോക്കും, മൈ ഗാഡ്, മരിക്കാതിരിക്കാനുള്ള ടെക്നിക്ക് ഉണ്ടാ, എന്നാ അതൊന്ന് കേട്ടിട്ട് തന്നെ കാര്യം എന്ന് വെച്ചിട്ട് അവരെല്ലാവരും ആ പ്രസംഗം കഴിയണവരെ അവിടെ കുത്തിയിരിക്കും. എത്ര ബോറൻ പ്രസംഗമാണെങ്കിലും they will sit at the whole process. ആ ഫുൾ ടൈമിൽ അവരവിടെ ഇരിക്കും. അവസാനം ഇത് കാത്തിരുന്ന വിദ്യാള് പറയണ്, ആ പ്രാസംഗികം പറയും, നിങ്ങൾക്ക് മരിക്കാതിരിക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്നറിയാം, സൂത്രം ഞാൻ പറഞ്ഞുതരാം. മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണമെന്ന്. സകല കച്ചവടം അവിടെ തീർന്നു. അപ്പോ ആ ടെക്നിക്ക് ഇതാണ്. അതായത് ആളുകളെ പിടിച്ച് ഇരുത്താനായിട്ടുള്ള സ്കില്ലാണ് അതൊക്കെ പബ്ലിക് സ്പീക്കിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ്, നിങ്ങൾക്ക് റിയൽ ലൈഫില് സംസാരിക്കുന്ന പോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിയൽ ലൈഫിൽ അങ്ങ് അപ്ലൈ ചെയ്യാം. റിയൽ ലൈഫിൽ സംസാരിക്കണമെങ്കിൽ റിയൽ ലൈഫിൽ സംസാരിക്കുന്ന പോലെ പരിശീലിക്കണം. ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിന്റെ ടെക്നിക്ക്. അപ്പൊ നമ്മൾ റിയൽ ലൈഫിലാണെങ്കിൽ എങ്ങനെ പറയും? ചുമ്മാ അങ്ങോട്ട് വന്നിട്ട് ബി ഫ്രണ്ട്ലി ബട്ട് ഡോണ്ട് ബി ഫൂളിഷ് എന്ന് ഇങ്ങനെ പറയാൻ നിൽക്കുമോ? നോ, നമ്മളൊരാളെ അഡ്രസ് ചെയ്യണ്ടേ. Hey dear, ഇതെന്തെങ്ങനെയൊക്കെ, be friendly man, don't be foolish like this. And if possible, try to be a bit more, romantic. നമ്മളൊരു ഫ്രണ്ടിനെ കാണുമ്പോൾ അങ്ങനെ നമുക്ക് പറയാനുള്ള ആശയങ്ങൾ അവരെ അഡ്രസ് ചെയ്ത് പറയുന്ന പോലെ നമുക്ക് അവിടെയാണ് പറയേണ്ടത്. അപ്പൊ അവിടെ എങ്ങനെ പറയേണ്ടതാണ് അതേപോലെ വേണം ഇവിടെ പറയാൻ. അപ്പൊ വാലും വേണം, ഒരു തുടക്കം ഇൻട്രൊഡക്ഷൻ വേണം, ഒരാളെ അഭിസംബോധന ചെയ്ത്. ഇതിനാണ് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോടും മുഖം നോക്കിയിരുന്നിട്ട് അവരുടെ ശ്രദ്ധ പിടിച്ചുകൊണ്ട് പറയാൻ പറയുന്നത്. അപ്പൊ എങ്ങനെ പറയും? ഹലോ, hey dear, എക്സ്ക്യൂസ് മീ, ഹൈ ദേർ, ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രയോഗം പറയാം അവരെ ശ്രദ്ധ പിടിക്കാൻ. അതേ എന്ന് പറയില്ലേ, ശ്രദ്ധ പിടിക്കാൻ. അതിനാണ് ദേർ, എക്സ്ക്യൂസ് മീ ദേർ, ഹായ് ദേർ എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ പറയാം ഡിയർ, അല്ലെങ്കിൽ മൈ ഡിയർ, ലെറ്റ് മീ ടെൽ യു വൺ തിങ്. ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ലെറ്റ് മീ ടെൽ യു വൺ തിങ്, ബി പൊളൈറ്റ് ടു എവറിബഡി ബട്ട് ഡോണ്ട് ബി ടു മച്ച് പൊളൈറ്റ്. ആൻഡ് ഇഫ് പോസിബിൾ ട്രൈ ടു ബി ഓണസ്റ്റ് ഇൻ യുവർ വേർഡ്സ് ആൻഡ് ഡീഡ്സ്. ഇങ്ങനെ സിമ്പിളായിട്ട് ആ റിയൽ ലൈഫ് ഇതിപ്പോ ഇങ്ങനെ 3-4 വട്ടം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ റിയൽ ലൈഫിൽ പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. കാരണം ഇതുപോലെ തന്നെയാണ് നമ്മൾ റിയൽ ലൈഫിൽ പറയുന്നത്. പക്ഷെ ഇവിടെ വേറൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇത്
ഏട്ടിലെ പശു പുല്ല് തിന്നില്ലെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ സംഗതി നമ്മളിപ്പോ ഇന്റലക്ച്വൽ ആയിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് കോൺഷ്യസ് ലെവലിലാണ്. കോൺഷ്യസ് ലെവലിൽ പ്രാക്ടീസ് ചെയ്യുന്നത്, പഠിക്കുന്നത് എല്ലാം നമ്മുടെ ടെക്നിക്കൽ, നമ്മുടെ നോ ഹൗ കൂട്ടും, നമ്മുടെ അറിവ് കൂട്ടും. പക്ഷെ അനുഭവ തലത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റില്ല. അനുഭവ തലത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അനുഭവിച്ചിട്ടുള്ളതേ അനുഭവ തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ അറിഞ്ഞിട്ടേ ഉള്ളൂ, അനുഭവിച്ചോ? അനുഭവിച്ചിട്ടില്ല. അനുഭവിക്കുന്നതിന്റെ ആ മെക്കാനിസം എന്താണ്? ഇമോഷൻസ്. അറിയുന്നതിന്റെ മെക്കാനിസം, സൂത്രപതി എന്താണ്? അർത്ഥം. നമ്മളിപ്പോ അർത്ഥം അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ അറിവ് കൂടും. നമുക്ക് മനസ്സിലാക്കാനും വായിക്കാനും ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. പക്ഷെ റിയൽ ലൈഫിൽ പറയണമെങ്കിൽ അതിന്റെ അനുഭൂതി, അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് വേണം. ദാറ്റ് മീൻസ് ഇമോഷനിലൂടെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ മനസ്സിലായോ? ഇമോഷണൽ മാസ്റ്ററിയിലേക്ക് ഇത് കൊണ്ടുവരണമെന്ന് പിടി കിട്ടുന്നില്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഇങ്ങനെ അറിഞ്ഞ് പഠിക്കുക മാത്രമേ ചെയ്തത്. അതുകൊണ്ടാണ് പഠിച്ചതൊന്നും പറയാൻ പറ്റാതിരുന്നത്. പറയണമെങ്കിൽ അറിഞ്ഞാൽ മാത്രം പോരാ, അനുഭവിച്ച് പഠിക്കണം. ആ എക്സ്പീരിയൻഷ്യൽ ഡയമെൻഷനിലേക്ക് ഇതിനെ പകർന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സൈക്കോളജിക്കൽ, നമ്മുടെ സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് നമ്മൾ ആദ്യമേ പഠിപ്പിച്ചത്. അപ്പൊ ഇതിനെങ്ങനെ പറയും? നമ്മൾ ആദ്യം തന്നെ എങ്ങനെ പറയും? നമ്മൾ 6 സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതങ്ങ് പ്രാക്ടീസ് ചെയ്യാം. Excuse me dear, be friendly but don't be too much friendly and if possible try to be systematic in your life. ഒറ്റ ബ്രത്തില്. അപ്പൊ കുറെ സംഗതികൾ അതിൽ വരുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മളൊരു ഡയലോഗ് ആദ്യം പറഞ്ഞു പഠിക്കുക. നോക്കിയേ, be friendly but don't be too much attached to anybody and if possible try to be honest with everybody. Try to be honest in your relationships or in your approach to everybody. ആ ഒരു സംഭവം എന്തെങ്കിലും പറയാം. അത് പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ പറയാ, excuse me dear, be friendly but don't be too much attached to anybody and if possible try to be honest in your words. കൊള്ളാം. അപ്പൊ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇനി എന്നെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരണ്ടേ? അപ്പൊ നമുക്ക് അപ്പുറത്തെ ആളുടെ സഹായം വേണം. അപ്പൊ അയാൾ പറയണം, come on speak up. അപ്പൊ ആ ടെക്നിക്ക് പിടിയിട്ടില്ലേ? നമ്മൾ ഇനി ആ ടെക്നിക്കിലൂടെ, എന്ത് ടെക്നിക്കിലൂടെ? സൈക്കോ ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഇതിനെ അങ്ങ് പ്രാക്ടീസ് ചെയ്യാം. നമ്മള് come on speak up എന്ന് പറയുമ്പോൾ നമ്മൾ പറയും okay listen. അപ്പൊ ഈ ലിസൺ പറയുമ്പോൾ വീണ്ടും നമ്മള് തുടക്കത്തിലുള്ള വാക്ക് ഓൾറെഡി ഒരു തുടക്കം കിട്ടിയില്ലേ, പിന്നെ വീണ്ടും നമ്മൾ ഹലോ ഡിയർ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ നമ്മുടെ മനോധർമ്മം ഒന്ന് ഉപയോഗിച്ചാൽ മതി. രണ്ടും ഒരുപോലുള്ള സംഗതികൾ റിപ്പീറ്റേഷൻ ഒഴിവാക്കുക. പറയും ഓക്കെ ലിസൺ, be friendly but don't be too much attached to anybody and if possible try to be honest in your words. Understand? And അവസാനം ഒരു understand. Okay, is that clear? Do you get me? അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു സാധനം പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ആള് രണ്ടാം റൗണ്ടിലേക്ക് ഇത് പറയാം, സോറി കേട്ടില്ല എന്ന് പറയാം. ഓക്കെ ലിസൺ കെയർഫുള്ളി. അല്പം നീരസം വന്നു തുടങ്ങി. Okay, listen carefully. Be friendly, but don't be too much attached to anybody. And if possible, try to be honest in your words. He said, okay. അപ്പൊ നീരസത്തോടെ പറഞ്ഞില്ലേ? അപ്പൊ മൂന്നാമത്തെ വട്ടം അയാൾ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ പറയും, I'm sorry, I didn't get you. അല്ലെങ്കിൽ പറയും, come again. ഒന്നുകൂടെ പറയടാ, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ I told you no. ഞാൻ പറഞ്ഞില്ല നിന്റെ അടുത്ത്. അപ്പൊ ഒന്ന് ചെറുതായിട്ട് ദേഷ്യം വന്നു തുടങ്ങിയിട്ട്, I told you no. Be friendly, but don't be too much attached to everybody. And if possible, try to be honest in your words. Okay. കണ്ടോ? ദേഷ്യം ഇതില്ലെങ്കിൽ ഈ നിൽക്കുന്ന സമയത്ത് ചവിട്ടി സബ് കോൺഷ്യസ് മൈൻഡിന്റെ ടെക്നിക്കിലേക്ക് ഇവിടെ സബ് കോൺഷ്യസ് പ്രാക്ടീസിലേക്ക് come on shout it. നിങ്ങൾക്ക് അറിയാവുന്ന ടെക്നിക്ക് ഷൗട്ട് ഇട്ട് പറയുമ്പോൾ how many times I told you be friendly but don't be attached to anybody and if possible try to be honest in your words, you idiot. ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ അതിനാണ് യോജ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ be idiot എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഫീലിംഗിലേക്ക് call it man, call it, അല്ലെ feel it. അപ്പൊ നമ്മളെന്ത് പറയാ, oh, I'm really sorry, man. Be friendly, but don't be too much attached to everybody. And if possible, try to be honest in your words. Is that clear? Do you understand me? Do you get me? Feel it. അപ്പൊ തന്നെ അപ്പുറത്താള് ലാസ്റ്റത്തെ ടെക്നിക്ക് ചിരിച്ചുകൊണ്ട് come on man, laugh it. ശരിയാണ്. Oh my God, this is funny. Be friendly, but don't be too much attached to everybody. And if possible, try to be honest in your words and deeds. Okay. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ടെക്നിക്ക് കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ ഇനി അവനെ കൊണ്ട് പറയിപ്പിക്കുക. ഓക്കെ കമാൺ പ്രാക്ടീസ് ചെയ്യാൻ പറയാം. അപ്പൊ അവൻ പറയും. അത് കഴിഞ്ഞാൽ കമാൺ സ്പീക്ക് അപ്പ്, സോറി, കം അഗെയിൻ. അങ്ങനെ 3 വട്ടം പറയിപ്പിക്കുക. അത് കഴിഞ്ഞാൽ ഷൗട്ട് ചെയ്ത് ഷൗട്ട് ഇറ്റ്, ഫീൽ ഇറ്റ്, ലാഫ് ഇറ്റ്. സബ് കോൺഷ്യസ് ലെവലിൽ 3 വട്ടം. ഇങ്ങനെ 3 6 വട്ടം അപ്പുറത്തെ ആളെ കൊണ്ടും പറയിപ്പിക്കുക. അങ്ങനെ രണ്ടുപേരും ഈ റോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞ് പഠിച്ച് ഈ സംഗതി കൈക്കലാക്കുക. ഏത് ആ റൂട്ട് ഫോമിലുള്ള ഈ പ്രയോഗങ്ങൾ. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾസ് വേണ്ടേ? അതാണ് നമ്മുടെ ഈ ഗ്രാബ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത്.
ഇതെല്ലാം എങ്ങനെ പറയാമെന്ന് മനസ്സിലായി, ഇത് എന്തിനാണ് പറയുന്നത് എന്ന് മനസ്സിലായി. എവറിത്തിങ് ഈസ് ക്ലിയർ, റൈറ്റ്? ഇപ്പൊ നമുക്ക് വേണ്ട സംഗതികൾ അവിടെ ഉണ്ട്. ഇപ്പൊ ഡൂവിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം. നോക്കിയേ, ഡൂവിന്റെ എക്സാമ്പിൾ എങ്ങനെയാണ്? കം ടു ദ ക്ലാസ് എവറി ഡേ. കണ്ട, കം എന്ന് പറയുന്നത് ഡു എന്നുള്ളതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡു സംതിങ് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇത്. കം ടു ദ ക്ലാസ് എവറി ഡേ ബട്ട് ഡോണ്ട് ആർഗ്യൂ വിത്ത് യുവർ ഫ്രണ്ട്സ്. ബട്ട് ഡോണ്ട് ഡു ലൈക്ക് ദിസ്. ബട്ട് ഡോണ്ട് ഡു സംതിങ്. പക്ഷെ ഇങ്ങനെ ചെയ്യരുത്. എന്ത്? ഡോണ്ട് ആർഗ്യൂ. Come to the class every day, but don't argue with your friends, and if possible, try to do something. എന്താ ചെയ്യാനാ പറയുന്നത്? And if possible, try to interact with your friends in a healthy manner. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എന്തെങ്കിലും ഒരു സംഗതി പറയാ. അപ്പൊ ഡു സംതിങ്, ബട്ട് ഡോണ്ട് ഡു ലൈക്ക് ദിസ്, ആൻഡ് ഇഫ് പോസിബിൾ ട്രൈ ടു ഡു സംതിങ് എന്നുള്ള 3 സ്റ്റെപ്പും കിട്ടിയില്ലേ? ഇതങ്ങ് പറഞ്ഞൊന്ന് സ്പീഡാക്കുക. നമ്മൾ ആലോചിക്കാതെ പറയാ കോൺഷ്യസ് ട്രാക്കില്, അത് കഴിഞ്ഞാൽ തെറ്റാതെ പറയാ സബ് കോൺഷ്യസ് ടെക്നിക്കല്. അങ്ങനെ 6 വട്ടം ശരിക്കും അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളെ കൊണ്ട് പറയിപ്പിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറി മാറി ഈ സംഗതികൾ പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ ആ ബേസിക് വർക്കൗട്ട്, നമ്മുടെ റൂട്ട് ഫോംസിന്റെ ബി ഡു ഹാവ് എന്നുള്ള വാക്കുകളുടെ ബേസിക് വർക്കൗട്ട് നമ്മുടെ കയ്യിൽ സ്ട്രോങ് ആയി. വളരെ സിമ്പിൾ അല്ലേ? ഇതുപോലെ ഹാവിന്റെയും ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഹാവിന്റെ ആണെങ്കിൽ എങ്ങനെയാ? നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, ഹാവ് സം വാട്ടർ. നമ്മൾ പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ കഴിക്കുക, കുടിക്കുക എന്നാണ് അതിന്റെ മെയിൻ അർത്ഥം കിട്ടുക. സ്വന്തമാക്കുക എന്നുള്ളത് അധികം കിട്ടില്ല. അപ്പൊ ഈ സെൻസിൽ തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഹാവ് സം വാട്ടർ ബട്ട് ഡോണ്ട് ഹാവ് ഡർട്ടി വാട്ടർ, ആൻഡ് ഇഫ് പോസിബിൾ ട്രൈ ടു ഹാവ് മിനറൽ വാട്ടർ. നിങ്ങൾക്ക് ആ പറയുന്നതിന് അനുയോജ്യമായിട്ട് തന്നെ ആ 3ാമത്തെ ഭാഗം കണ്ടുപിടിച്ച് പറയാൻ സാധിക്കും. ഒരല്പം ക്രിയേറ്റീവ് ആയാൽ മതി, ഒരല്പം. ഇപ്പൊ ഞാൻ കണ്ടില്ല, അവിടെ പെറ്റാണെങ്കിൽ ഇത്തിരി മിനറൽ വാട്ടർ കുടിക്കൂ, അല്ലെങ്കിൽ പെറ്റാണെങ്കിൽ ജീരക വെള്ളം കുടിക്കൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. ഇപ്പൊ വേർഡ് അന്വേഷിച്ച് നിങ്ങൾ തപ്പി പറഞ്ഞു നിൽക്കൊന്നും വേണ്ട. നിങ്ങൾ ആ വേർഡ് മലയാളം പറഞ്ഞു, ജീരക വെള്ളം എന്ന് തന്നെ പറഞ്ഞോ, നോ പ്രോബ്ലം. ആൻഡ് ഇഫ് പോസിബിൾ ട്രൈ ടു ഹാവ് മോർ ജീരക വെള്ളം, അങ്ങനെ തന്നെ പറഞ്ഞോ. നമുക്കിവിടെ വേർഡ്സിന്റെ റീപ്ലേസ്മെന്റ് ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ ആ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക, അതാണ് ഇമ്പോർട്ടന്റ് ഭാഗം. അപ്പൊ നിങ്ങൾ എങ്ങനെ പറയും? ഹലോ ഡിയർ, ഹാവ് സം വാട്ടർ ബട്ട് ഡോണ്ട് ഹാവ് ഡർട്ടി വാട്ടർ, ആൻഡ് ഇഫ് പോസിബിൾ ട്രൈ ടു ഹാവ് മിനറൽ വാട്ടർ or try to have hot water. Okay, fine. ഇങ്ങനെ പറഞ്ഞ് ആ സെറ്റ് പറയാൻ ഓക്കെ കഴിഞ്ഞാല് അപ്പുറത്തെ ആൾക്ക് സിഗ്നൽ കൊടുക്കുക, റെഡിയാണ്, സ്റ്റാർട്ട് ചെയ്തോളം പറയാം. അപ്പൊ അയാള് നമുക്കുള്ള ട്രിഗേഴ്സ് തന്നു തുടങ്ങും. ഇത് കം ഓൺ സ്പീക്ക് അപ്പ്. അപ്പൊ നമ്മള് വളരെ ഹാപ്പി ആയിട്ട് കൂളായിട്ട് പറയും ഓക്കെ ലിസൺ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക്. അത് കഴിയുമ്പോൾ അവൻ 2ാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കും. സോറി കേട്ടില്ല. അപ്പൊ നമ്മൾ 2ാമത്തെ വട്ടം ഒരല്പം നീരസത്തിൽ പറയും ഓക്കെ ലിസൺ കെയർഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഹാവ് സം വാട്ടർ ബട്ട് ഡോണ്ട് ഹാവ് ഡർട്ടി വാട്ടർ, ആൻഡ് ഇഫ് പോസിബിൾ ട്രൈ ടു ഹാവ് സം മിനറൽ വാട്ടർ. അപ്പൊ 3ാമത്തെ വട്ടം പറയും അങ്ങനെ സോറി കം അഗെയിൻ, ഒന്നുകൂടെ പറയടാന്ന് പറയും. അപ്പൊ നമുക്ക് ഇത്തിരി ഇളകും, ദേഷ്യം വന്നിറങ്ങും. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? I told you no, have some water but don't have dirty water, and if possible try to have mineral water. Okay. അപ്പൊ നമ്മൾ ദേഷ്യത്തിൽ ഇളക്കം വന്ന് നിൽക്കുക. അപ്പൊ നമ്മളെ ഒരു തട്ട് തട്ടിയാൽ നമ്മൾ അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വീഴും. ആ രീതിയിൽ നിൽക്കുന്ന സമയത്ത് അവൻ നമ്മളങ്ങോട്ട് തട്ടുന്നത് എങ്ങനെ? Come on, shout it എന്ന്. അപ്പൊ നമ്മളോട് പൊട്ടിത്തെറിക്കും. How many times I told you have some water but don't have dirty water, and if possible try to have mineral water. My dear, പല്ല് ഞെരിച്ചുകൊണ്ട് അങ്ങ് പറയാ. അപ്പൊ തന്നെ നമ്മുടെ ഫീലിംഗ് മാറ്റിക്കൊണ്ട് അവൻ ഫീലിംഗിലേക്ക് കൊണ്ടുവരും. ഓക്കെ ഫീൽ ഇറ്റ് ഡിയർ, ഫീൽ ഇറ്റ്. അപ്പൊ നമ്മൾ ഐ എം റിയലി സോറി ടു സേ ദിസ് മൈ ഡിയർ, ഐ എം റിയലി സോറി ടു സേ ദിസ്, ഹാവ് സം വാട്ടർ. അങ്ങനെയും പറയണ്ടോ? ഓ മൈ ഗോഡ് തന്നെ പറയണമെന്നില്ല, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് പറയാം. ഐ എം റിയലി സോറി ടു സേ ദിസ് മൈ ഡിയർ, ഹാവ് സം വാട്ടർ ബട്ട് ഡോണ്ട് ഹാവ് ഡർട്ടി വാട്ടർ, ആൻഡ് ഇഫ് പോസിബിൾ ട്രൈ ടു ഹാവ് സം മിനറൽ വാട്ടർ. ഓ മൈ ഗാഡ്. അങ്ങനെ നമ്മൾ ഫീൽ ചെയ്ത് പറഞ്ഞു. പിന്നെ നമ്മുടെ ഫീലിംഗിനെ ചേഞ്ച് ചെയ്യാൻ അപ്പുറത്താള് ചിരിപ്പിക്കാൻ പറയും. അങ്ങനെ പറയും laugh it man. അപ്പൊ നമ്മൾ ചിരിച്ചുകൊണ്ട് പറയും ലാസ്റ്റ് എങ്ങനെ, oh my god this is funny, hey have some water but don't have dirty water, and if possible try to have mineral water my dear. That's it. അത് കഴിഞ്ഞാൽ സ്വാപ്പ് ചെയ്യാം. ഇപ്പൊ എല്ലാം ഞാൻ ആവശ്യത്തിലധികം തന്നെ പറഞ്ഞു തരുന്നുണ്ട്. കാരണം നമുക്ക് പേഴ്സണലി ഇന്ററാക്ഷനുള്ള ചാൻസ് കുറവല്ലേ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇനി അത് പറഞ്ഞു തന്നത് വ്യക്തമായില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരല്പം കൂടുതൽ വിവരിച്ചും ആവർത്തിച്ചും തരുന്നത്. എങ്കിലും നിങ്ങളിത് ഒന്നുകൂടെ ഈ ക്ലാസ്സുകൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇതിലൊന്നും അധികം വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇതിൽ വലിയ ആനക്കാര്യമൊന്നുമില്ല എന്ന് പറയും. ഇംഗ്ലീഷിൽ പറയാ ദർ ഇസ് നോ റോക്കറ്റ് സയൻസ് ഇൻ ഇറ്റ്, ദിസ് ഈസ് നോട്ട് റോക്കറ്റ് സയൻസ് എന്ന് പറയാം. അത്ര വലിയ ആനക്കാര്യമൊന്നുമില്ല. Anybody can do that. It's a piece of cake. സിമ്പിൾ സംഗതികളാണ് ഇതൊക്കെ. അപ്പോ ഈ ഒരു പ്രാക്ടീസ് അങ്ങ് ചെയ്യാം. റൂട്ടായിട്ട് ദാറ്റ് മീൻസ് ആ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയിട്ട്, ക്യാബിനറ്റ് റാങ്കാണല്ലോ വി ഡു ഹാവ്, അവരായിട്ടൊരു അടുത്ത ബന്ധങ്ങൾ നിലനിർത്തുക. ബിക്കോസ്
ഈ കണക്ഷൻസ് ആണ് നമ്മളെ ഓരോ സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ഇറ്റ് ഈസ് ദ കണക്ഷൻസ് ദാറ്റ് ടേക്ക് us ടു പ്ലേസസ്. നമ്മൾ മറ്റു പല സ്ഥലത്തേക്കും ഉയർന്ന പൊസിഷൻസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ കണക്ഷൻസ് ആണ്, ബന്ധങ്ങളാണ്. Alright? So, keep it up, practice well, and we'll meet again in the next session. Till then, bye-bye, take care. Come on, speak up. Okay, listen. Be friendly, but don't be too much attached to anybody. Sorry? Listen carefully. Be friendly, but don't be too much attached to anybody. Okay? Come again? I told you, no. Be friendly, but don't be too much attached to anybody. Okay?